കർത്താവായ യേശു പറഞ്ഞു, ശിഷ്യന്മാരെ വിളിച്ചു, അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമൊക്കെയും പോയി സകല ജാതികളോടെയും എൻ്റെ സുവിശേഷം അറിയിക്കുവിൻ. ആരുടെ സുവിശേഷമാണ്? കർത്താവ് പറഞ്ഞ വചനങ്ങളാണ് സുവിശേഷം. ലോകത്തുള്ള സകല ജാതികളോടെയും, കാരണം അവിടെ കറുത്തവരെന്നോ വെളുത്തവരെന്നോ അവിടെ പണക്കാരെന്നോ പാവം പിടിച്ചവരൊന്നും വ്യത്യാസമില്ല, സകലവരോടും എൻ്റെ ഈ സുവിശേഷം അറിയിക്കുവാനാണ് യേശു തമ്പുരാൻ പറഞ്ഞത്. ഞാനിത് പറയാനുണ്ടായ കാരണം, ഇന്ന് ചില പുരോഹിതന്മാർ ദൈവവചനത്തെ ദുഷിപ്പിക്കുന്നതായ ചില സ്വഭാവ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിലുണ്ട്. കാരണം മാരാമണ്ണ് കൺവെൻഷനിലേക്ക് ഇന്ന് സകല ജാതികൾപ്പെട്ടവരും അവിടെ കടന്നു ചെല്ലുന്നുണ്ട്. അവിടെ ജാതി വിവേചനമില്ല, ജാതി വർണ്ണമില്ല, ഒന്നുമില്ല, ആർക്കും കടന്നു ചെല്ല. എന്നാൽ അവിടെ കൂടുന്ന അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില പുരോഹിതന്മാരുടെ ധാർഷ്ട്യം, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ അല്പനേരം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. മാറാനാഥ മിനിസ്ട്രി തടിയൂരിൻ്റെ ആ സുവിശേഷ ഘോഷത്തിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ ഒരു 5-8 പേരുണ്ട്. എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങൾ ദൈവത്തിൻ്റെ വചനവുമായിട്ട് അനേക ഇടങ്ങൾ കടന്നു പോയിട്ട് വചനത്തെ അറിയിക്കുകയും കർത്താവിൻ്റെ സുവിശേഷത്തെ സകല ജാതികളോടെയും ഘോഷിക്കുകയും ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം പറഞ്ഞ അങ്ങനെയാണ്, സകല ജാതികളോടെയും എൻ്റെ സുവിശേഷം അറിയിക്കുവിനെന്ന്. എല്ലാ വർഷവും മാരാമണ്ണ് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ആ റോഡ് സൈഡിലൊക്കെ പോയിന്ന് ഞങ്ങൾ ഇങ്ങനെ വഴിയെ അവിടെ പോകുന്നവർക്ക് വഴിയിൽ നിന്നുകൊണ്ട് ട്രാക്റ്റുകളും ലഘുലേഖനങ്ങളും കൊടുക്കുന്ന ഒരു രീതി ഞങ്ങൾക്ക് നാളുകളായിട്ടുണ്ട്, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇത് പറയാനുണ്ടായ കാരണം, ഇന്ന് ഞങ്ങൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഒരു പുരോഹിതൻ ഞങ്ങൾ ഈ ട്രാക്റ്റും ഈ ലഘുലേഖകളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതിവിടെ പാടില്ല. ഞങ്ങളൊന്നും മിണ്ടിയില്ല, ഇവിടെ ഒക്കത്തില്ല, കാരണം ഞങ്ങളിവിടെ സുവിശേഷം പറയുന്നുണ്ട്, ഇവിടെ വേറൊരു സുവിശേഷത്തിൻ്റെ ആവശ്യമില്ല. എന്താണ് ആ പുരോഹിതൻ ധരിച്ചു വച്ചേക്കുന്നത്? ഏതാണ് ഈ വേറെ സുവിശേഷം? ഈ കർത്താവായ യേശുവിനെക്കുറിച്ചാണ് ഈ ലോകം മുഴുവനും എല്ലാവരും സുവിശേഷം പ്രസംഗിക്കുന്നത്. അവിടെ ചിലർ ഇതുപോലുള്ള ചില മൂർഖ സ്വഭാവമുള്ള ചില പുരോഹിതന്മാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ധാർഷ്ട്യം പ്രകടിപ്പിക്കുന്ന ചില സംസാര ഭാഷകൾ ഇവിടുന്ന് പറ്റുകയില്ല, ഇത് ഒക്കത്തില്ല, ഞങ്ങൾ അനുവദിക്കത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവിടെ മൊത്തം അവർ തീരെഴുതി വാങ്ങിച്ചേക്കാണ്. കോഴഞ്ചേരി മാരാമണ്ണ് ദേശം മൊത്തം ഇവർ തീരെഴുതി വാങ്ങിച്ചതൊന്നുമല്ലല്ലോ. മാരാമണ്ണ് പന്തല്ല അവരുടെ സ്വാതന്ത്ര്യം, അല്ലാതെ പുറത്തോട്ട് മാറി നിന്ന് മറ്റുള്ളവരെ നിയന്ത്രിക്കാനും അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് സംസാരിക്കാനും ഇവർക്ക് ആരാ അധികാരം കൊടുത്തേക്കുന്നത്? അപ്പം ദൈവത്തിൻ്റെ വചനം എങ്ങനെയാണ്? അവിടെ മർത്തവന്മാർക്കൊരു സുവിശേഷം, പെന്തിക്കോസുകാർക്കൊരു സുവിശേഷം, യാക്കോബക്കാർക്കൊരു സുവിശേഷം, കത്തോലിക്കർക്കൊരു സുവിശേഷം, അങ്ങനെ സുവിശേഷം പലതാണോ? ഇങ്ങനെ പല രീതിയിൽ കാണുന്നതായ ഇതുപോലുള്ള ദൈവ വചനത്തെ ദുഷിപ്പിക്കുന്നതാണ് ഇതുപോലുള്ള ചില പുരോഹിതന്മാരുണ്ട്. എല്ലാവരും അല്ല ഞാൻ പറഞ്ഞത്, ചിലർ. അവരൊക്കെ സാത്താൻ്റെ മക്കളാണ്, സാത്താൻ്റെ സന്തതികളാണ്. ഇവരൊക്കെ ഈ ഉജാലയ്ക്കകത്ത് മുക്കി ഈ വെളുപ്പിച്ച കുപ്പായമൊക്കെ ധരിച്ച് ഇങ്ങനെ അടിച്ച് പൊളിച്ച് നടക്കുന്നതായ പശയൊക്കെ മുക്കി അടിച്ച് അങ്ങനെ നല്ല എങ്ങനെ വടി പൊളിക്കുന്ന കുപ്പായങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമെങ്കിൽ ഇവരുടെയൊക്കെ അകം വെറും ചീഞ്ഞു നാറിയ അവസ്ഥയാണ്. കർത്താവ് പറഞ്ഞതാണ്, കല്ലറയുടെ പുറം, ശവക്കല്ലറയെക്കുറിച്ച് പറഞ്ഞു, കല്ലറയുടെ പുറം നിങ്ങൾ മുസയ്ക്കിട്ട് നിങ്ങൾ മിനുക്കി അത് പണിതിരിക്കുന്നു, പക്ഷേ അതിൻ്റെ അകമോ അത് ദുർഗന്ധമാണ്, അതൊന്ന് തുറന്നു നോക്കണം എന്ന് പറഞ്ഞ പോലെ ഇവൻ്റെയൊക്കെ കുപ്പായം ഒന്ന് ഓടി നോക്കി അറിയാം ആ അകത്തെ നാറ്റവും ആ വാടയും ആ ദുർഗന്ധവും. അപ്പോൾ ഇതുപോലുള്ള പുരോഹിതന്മാരുടെ ഈ സംസാരങ്ങൾ നിങ്ങളൊരു മനസ്സിലാക്കണം. പുരോഹിതന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനം എവിടെയും ആർക്കും വിളമ്പാനുള്ള അവകാശം കർത്താവ് കൊടുത്തേക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്, എൻ്റെ സുവിശേഷം സകല ജാതികളോടെയും അറിയിക്കുവാൻ. അവിടെ മാർത്തോമാക്കാരെന്നോ യാക്കോബക്കാരെന്നോ കത്തോലിക്കരെന്നോ പെന്തിക്കോസുകാരെന്നോ വ്യത്യാസമില്ല. ദൈവത്തിൻ്റെ വചനം ആർക്കും എവിടെയും സംസാരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തിൽ ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഗ്രഹിക്കണം. കർത്താവിൻ്റെ സുവിശേഷം ആർക്കും അടിയോറ് പറയാനുള്ളതല്ല, ഒരു കൂട്ടർക്ക് മാത്രം അവകാശമുള്ളതല്ല, ഒരു കൂട്ടർ മാത്രം അധികാരത്തിൽ പെട്ടതല്ല ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതുപോലുള്ളതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ നാമത്തെ, ദൈവവചനത്തെ ദൂഷിക്കുന്നതാണ്, ഇതുപോലുള്ള അവഹേളനമാകുന്ന രീതിയിൽ കൂടി നിങ്ങൾ സംസാരിക്കാതിരിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക.